മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇതാ നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ സ്റ്റീഫൻ ഹോക്കിംഗ് ആരാണ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് ഏത് പാഠത്തിലെ ആയിരുന്നു എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും അല്ലേ? നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു പാഠമുണ്ട്, തോൽക്കാൻ മനസ്സില്ല. ആരുടെ മുന്നിലും തോൽക്കാൻ മനസ്സില്ലാത്ത വ്യക്തികളെ കുറിച്ച് നമുക്ക് അറിയണം അല്ലെ. നിങ്ങൾ അങ്ങനെയാണോ എന്നൊക്കെ നമുക്ക് നോക്കണ്ടേ. അപ്പൊ സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ പറ്റിയാണ്, ആ ഒരു വ്യക്തിയെ പറ്റിയാണ്, ആ ഒരു അത്ഭുത പ്രതിഭയെ കുറിച്ചാണ് നമുക്ക് ഈ ഒരു പാഠത്തിൽ പഠിക്കാനുള്ളത്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, LSS പരീക്ഷ ആയിക്കോട്ടെ, നിങ്ങളുടെ പാഠഭാഗത്തുള്ള കാര്യങ്ങളായതുകൊണ്ട് നിങ്ങളുടെ പരീക്ഷയ്ക്കായിക്കോട്ടെ ചോദ്യ സാധ്യത ഒരുപാടുണ്ട്. അല്ലെങ്കിലും ഇത്തരത്തിലുള്ള പാഠങ്ങൾ പഠിക്കുന്നത് കൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളെയും വ്യക്തികളെയും ഒക്കെ നിങ്ങൾ അറിയാന്നുള്ളതും കൂടിയാണ് കേട്ടോ. അപ്പോ സ്റ്റീഫൻ ഹോക്കിംഗ് ഇതാ ഒരുപാട് ചിത്രങ്ങൾ നിങ്ങൾ കാണുന്നത് ഉണ്ടോ? നോക്കിയേ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നു ഇദ്ദേഹം നമ്മളെ പോലെ ഒരു സാധാരണ മനുഷ്യനല്ല, എന്തൊക്കെയോ പരിമിതികളുള്ള മനുഷ്യനാണ്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ ഇദ്ദേഹത്തെ ഇന്നും ഓർമ്മിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം അല്ലെ. അതിനു മുൻപ് നമ്മുടെ സൈലത്തിൽ ഒരു പ്രാണ ബാച്ച് ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. ഒരു സൈലത്തിന്റെ പ്രാണ ബാച്ച് എന്ന് പറയുന്നത് ഒരു അടിപൊളി ഓൺലൈൻ ട്യൂഷൻ ബാച്ചാണ്. നിങ്ങൾക്ക് ഒരു വർഷം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇതിൽ പഠിക്കാം. പാഠഭാഗങ്ങളൊക്കെ കൃത്യസമയത്ത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരികയും ഇതിന്റെ റിവിഷൻ ക്ലാസ്സുകളും എക്സാം ഒക്കെ ആയിട്ട് ഡെയിലി ലൈവ് റെക്കോർഡഡ് ക്ലാസ്സുകളൊക്കെയുള്ള ഒരു അടിപൊളി ട്യൂഷൻ ബാച്ചാണ്. അപ്പൊ താഴെ കാണുന്ന ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഈ ഒരു ബാച്ചിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എല്ലാവരും പെട്ടെന്ന് തന്നെ നമ്മുടെ സൈലത്തിന്റെ പ്രാണ ബാച്ചിൽ ജോയിൻ ചെയ്യുക. LSS ക്ലാസ്സുകളും ഇതിനെ ജോയിൻ ചെയ്യുന്നവർക്ക് LSS ക്ലാസ്സുകളുടെ ഒരു പ്രത്യേക സെഷൻ തന്നെ, ഒരു ക്ലാസ് തന്നെ അവിടെ ഉണ്ട്. എല്ലാവരും ഇതിൽ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പൊ ബാക്കി സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ച് നമ്മൾ പറയാം. നന്നായിട്ട് ചിരിക്കുന്നുണ്ട്, പക്ഷെ ഇദ്ദേഹത്തിന് എന്തോ ഒരു പ്രശ്നമുണ്ട് അല്ലേ. പക്ഷെ ഇദ്ദേഹം ആരായിരുന്നു എന്നൊക്കെ നമുക്കൊന്ന് അറിയാം. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്റലിജൻസ് ഈസ് ദ എബിലിറ്റി ടു അഡാപ്റ്റ് ടു ചേഞ്ച്. ബുദ്ധി എന്ന് പറയുന്നത് മാറ്റങ്ങളെ അംഗീകരിക്കാനുള്ള കഴിവാണ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് തന്നെ ആയിരിക്കും അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ബുദ്ധിയുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ബുദ്ധിയുണ്ട്, പക്ഷെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞു, എനിക്ക് എൻ്റെ കൈക്ക് അല്ലെങ്കിൽ എൻ്റെ കാലിന് ചെറിയ എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന്, അയ്യോ എനിക്കിനിയൊന്നും വയ്യേ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ തളർന്നിരിക്കുകയാണെങ്കിൽ അതല്ല നമ്മുടെ ബുദ്ധി. നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ അതിജീവിക്കുകയാണ്. ഇതൊക്കെ ഒരു പ്രശ്നമില്ല, എനിക്ക് ഓക്കെ ആവും. നിങ്ങൾ കാണാറില്ലേ അസുഖമൊക്കെ വന്നിട്ട് പലരും ഇപ്പം മരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടും അവരുടെ മനസ്സാന്നിധ്യം കൊണ്ട് അവർ പിടിച്ചു നിന്ന് പല കാര്യങ്ങളും നേടിയെടുത്തത്. അതുപോലെ ഒരു വ്യക്തിയാണ് നമ്മുടെ സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തെ ഡോക്ടർ എന്താ പറഞ്ഞെന്നറിയോ? 2 വർഷം കൊണ്ട്, ഒരു അസുഖം വന്ന സമയത്ത് 2 വർഷം കൊണ്ട് ഇദ്ദേഹം മരണപ്പെടും എന്നുള്ളതാണ്. പക്ഷെ പിന്നീട് വർഷങ്ങളോളം അദ്ദേഹം ജീവിക്കുകയാണ്. നിങ്ങളടക്കമുള്ള പുതിയ തലമുറയിലെ കുട്ടികൾക്കും കൂടെ പ്രചോദനമാകുന്ന ഒരു വ്യക്തിയായിട്ട് ഇദ്ദേഹം മാറി. ഇദ്ദേഹം എഴുതിയ ഒരു പ്രശസ്തമായ പുസ്തകമാണ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്നുള്ളത്. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം. ഇനി സിനിമ, ഇദ്ദേഹത്തിന്റെ ജീവിതകഥയെ ആസ്പദമാക്കി സിനിമ ചെയ്തിട്ടുണ്ട്. ദ തിയറി ഓഫ് എവറിത്തിങ് എന്നുള്ളതാണ്. 2014 അത് പുറത്തിറക്കിയത് തിയറി ഓഫ് എവറിത്തിങ് അല്ലേ. അദ്ദേഹത്തിന്റെ സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ജീവിതകഥയെ ആസ്പദമാക്കിയുള്ള ഒരു സിനിമയാണ്. അപ്പൊ ഒരു സിനിമയൊക്കെ വരാൻ പറ്റിയ ഒരാളാണെങ്കിൽ, ഇദ്ദേഹത്തിന്റെ കഥയൊക്കെ സിനിമയാക്കണമെങ്കിൽ എന്തോ വലിയൊരു സംഭവമാണ് അദ്ദേഹം അല്ലെ. അദ്ദേഹം ഓക്സ്ഫോർഡ്, ഇംഗ്ലണ്ടിലാണ് ജനിച്ചത്. 1942 സ്വാതന്ത്ര്യത്തിന് മുൻപാണ്. ജനുവരി 8-ാം തീയതിയാണ് അദ്ദേഹം ജനിച്ചത്. 2018 അദ്ദേഹം മരിച്ചത്. ഇനി ഇദ്ദേഹത്തിന് എന്തായിരുന്നു ജോലി എന്ന് നിങ്ങൾക്കറിയാമോ? ഇദ്ദേഹം ഒരു ഫിസിക്സിൽ ഒരു സയന്റിസ്റ്റ് ആയിരുന്നു, ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്നു ഇദ്ദേഹം. ആര്? സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോ പലതരം ഗവേഷണങ്ങൾ, ബ്ലാക്ക് ഹോൾസിനെ പറ്റിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ബ്ലാക്ക് ഹോൾസിനെ പറ്റിയൊക്കെ നിരവധി ഗവേഷണങ്ങൾ നടത്തിയ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. പ്രധാന സംഭാവന എന്താണ്? ഹോക്കിംഗ് റേഡിയേഷൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു പ്രധാന സംഭാവനയാണ്. ഇദ്ദേഹത്തിന് മക്കളെ ഒരു രോഗം വന്ന്, എന്താണ് രോഗം എന്ന് പറഞ്ഞാല് നമ്മുടെ ശരീരത്തിന്റെ മോട്ടോർ നാഡികളെ, ചെറിയ നാഡികളെയൊക്കെ ബാധിക്കുന്ന ഒരു രോഗമാണ്. രോഗത്തിന്റെ പേര് ALS എന്നുള്ളതാണ്.
അമിത്രോപ്റ്റിക് ലാറ്ററൽ സ്ക്ലെറോസിസ് എന്ന് പറയുന്ന അമിത്രോപ്റ്റിക് ലാറ്ററൽ സ്ക്ലെറോസിസ് എന്ന് പറയുന്ന ഒരു രോഗം, അതാണ് ALS. ഇത് ശരീരത്തിന്റെ നാഡികളെ ബാധിക്കുന്ന ഒരു രോഗമാണ്. ഇത് അദ്ദേഹത്തെ ബാധിച്ചു. അപ്പോ ഡോക്ടർമാരെന്ത് പറഞ്ഞു? അദ്ദേഹത്തിന് ഇനി അധികം ആയുസില്ല, ഒരു 2 വർഷമൊക്കെ അദ്ദേഹം ജീവിച്ചിരിക്കുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട്, അദ്ദേഹത്തിന്റെ വിൽ പവർ കൊണ്ട്, ഇച്ഛാശക്തി കൊണ്ട്, ആത്മധൈര്യം കൊണ്ട് അദ്ദേഹം ജീവിച്ചു കാണിച്ചു. എന്നിട്ട് ആരായി എന്നറിയോ? നിങ്ങൾ ഐസക് ന്യൂട്ടനെ പറ്റി കേട്ടിട്ടുണ്ടോ? ആപ്പിള് താഴോട്ട് വീണിട്ട്, തലയിൽ വീണിട്ട് ഗുരുത്വാകർഷണ ബലം കണ്ടു അല്ലെ? ഗുരുത്വാകർഷണ ബലത്തെ പറ്റിയൊക്കെ അദ്ദേഹം പഠനങ്ങൾ നടത്തി. ന്യൂട്ടൻസ് ലോ, നമ്മുടെ ഇപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂട്ടന്റെ തിയറികളൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ ആപ്പിള് തലയിൽ വീണപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ ആപ്പിള് താഴോട്ട് തന്നെ വീഴുന്നത്? അത് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം കൊണ്ടാണ് എന്ന് അദ്ദേഹം കണ്ടെത്തി. ഏത് വസ്തുക്കളെയും തന്നിലേക്ക് ആകർഷിക്കാനുള്ള ഭൂമിയുടെ കഴിവാണ്, ആകർഷണ ശക്തിയെ കുറിച്ച് അദ്ദേഹം പഠിക്കുകയാണ്. അതാണ് ന്യൂട്ടൻ എന്ന് പറയുന്നത്. ആ ന്യൂട്ടൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ഇരുന്ന അതേ പദവിയില് കാംബ്രിഡ്ജ് സർവകലാശാലയില് അദ്ദേഹം എന്തായി? ഒരു പ്രൊഫസറായിട്ട്, മാത്തമാറ്റിക്സ് പ്രൊഫസറായിട്ട്, ലൊക്കേഷൻ പ്രൊഫസർ ഓഫ് മാത്തമാറ്റിക്സ് ആയിട്ട് അദ്ദേഹം ജോലി നോക്കി, പദവി നോക്കി. അദ്ദേഹത്തിന് അതായിരുന്നു അദ്ദേഹത്തിന്റെ പദവി. നിങ്ങൾ ഓർക്കണം, ഐസക് ന്യൂട്ടന്റെ അതേ പദവിയിൽ അദ്ദേഹം ഇരുന്നു എന്നുള്ളതാണ് അല്ലെ? അപ്പോ പലതരത്തിലുള്ള നമ്മുടെ ബ്രഹ്മാണ്ഡ, ഈ പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തെ കുറിച്ചെല്ലാം അദ്ദേഹം ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത്രയും വലിയൊരു ശാസ്ത്രജ്ഞനായ സ്ഥിതിക്ക് അല്ലെ, അദ്ദേഹത്തിന് എന്തൊക്കെ കുറവുകൾ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ അറിയണം. സംസാരിക്കാനും നടക്കാനും കഴിയില്ല. അദ്ദേഹത്തിന് നടക്കാൻ കഴിയില്ല. ഇദ്ദേഹം സംസാരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പല കാര്യങ്ങളും നടന്നുകൊണ്ട്, പല സ്ഥലത്തും പോയിട്ടൊക്കെയാണ് ഇത് നേടിയതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെയായിരുന്നു അദ്ദേഹം സംസാരിച്ചിരുന്നത്, ആശയവിനിമയം നടത്തിയിരുന്നത്. അപ്പോൾ ശാരീരിക പരിമിതികൾ ഒരുപാടുണ്ടായിട്ടും ഇദ്ദേഹം ആരായി മാറി എന്നാണ് പറയാനുള്ളത്? ലോകം അറിയപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞനായി അദ്ദേഹം മാറിയില്ലേ? ഭാര്യ ജെയിൻ ഹോക്കിംഗ് ആണ്. അദ്ദേഹത്തിന് 3 മക്കൾ ഉണ്ടായിരുന്നു. റോബർട്ട്, ലൂസി, ടീം എന്ന് പറയുന്നത്. നിരവധി പുരസ്കാരങ്ങൾ, ആൽബർട്ട് ഐൻസ്റ്റീന്റെ പേരിലുള്ള പുരസ്കാരങ്ങൾ അടക്കം. ലോകമറിയുന്ന ശാസ്ത്രജ്ഞനാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. അദ്ദേഹത്തിന്റെ പേരിലുള്ള പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. മനസ്സിലാക്കേണ്ടത്, തോൽക്കാൻ മനസ്സില്ല അല്ലെ? അദ്ദേഹത്തിന് തോൽക്കാൻ മനസ്സിലായിരുന്നു. ശാരീരിക പരിമിതികൾ ഉണ്ടായിട്ടും ബുദ്ധിയുടെയും ആത്മവിശ്വാസത്തിന്റെയും ശക്തിയിൽ ലോകത്തെ പ്രചോദിപ്പിച്ച ശാസ്ത്രജ്ഞനായി അദ്ദേഹം മാറി എന്നുള്ളതാണ്. അപ്പൊ മക്കളെ, ഇതാണ് നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ കഥ അല്ലെ? എല്ലാവരും നല്ല മിടുക്കരായിട്ട് വളരുക. ഇത് നിങ്ങൾക്ക് ഒരു പാഠമാണ് എന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ ബൈ. നമ്മുടെ വീഡിയോസ് ഒക്കെ എല്ലാവരും ഒന്ന് ഷെയറും കൂടെ ചെയ്യാട്ടോ.